Hello guys, today we are back with a new video. Hello guys, നമുക്കിന്ന് വാട്സ് ഫെലിക്സിൻ്റെ വേർഷൻ ഫസ്റ്റിന് റിലീസിലെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും വാട്സപ്പ് ബോട്ടിനെ പറ്റി അറിയാം. എൻ്റെ വോയിസ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ട് കാണും. കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആൽബിൻ തോമസ്. ഓക്കെ, നമുക്ക് ഇന്ന് ബോട്ട് റിലേറ്റഡായിട്ട് വാട്സ് ഫെലിക്സിൻ്റെ റിലീസിനെ ഡീറ്റെയിൽസ് ചെയ്ത് എങ്ങനെയാണ് ഈ ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, വാട്സ് ഫെലിക്സ് സഫാൻ ഗാൻസിൻ്റെ ഫസ്റ്റ് ബോട്ടല്ല. സഫാൻ ഗാൻസ് ഇടയ്ക്കിടയ്ക്ക് ബോട്ട് ഇറക്കുമായിരുന്നു. അത് ടോക്സിക് ഇലിനേലി ആൽഫ എന്നുള്ള പേരിലായിരുന്നു. ഓക്കെ, ഇപ്രാവശ്യം ആദ്യമായിട്ട് വാട്സ് ഫെലിക്സ് എന്നുള്ള പേരിൽ ഒരു ന്യൂ ബോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിലീസ്, അതിൻ്റെ അകത്ത് കുറേ എക്സ്ട്രാ ഫങ്ഷൻസ് ഉണ്ട്, നല്ല ഫങ്ഷൻസ് ഉണ്ട്. ഇത് അസീനയുടെ ഒരു മോഡല്ല, ഇത് അവൻ സ്വയമായിട്ട് ചെയ്ത 𝙁𝙚𝙡𝙡 ഒരു മോഡാണ്. എന്ന് വെച്ചാൽ 𝙁𝙚𝙡𝙡 അല്ല, അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്ത് കുറേ നാളായിട്ട് പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ സോഴ്സ് കോഡ്, ഇതുവരെ കൊടുത്തിട്ടില്ല. ഇന്നെന്തോ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു, എന്നോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നോർമൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ ആദ്യം അതിൻ്റെ ഗിറ്റ് കണ്ടുപിടിക്കണം. ഗിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഗിറ്റപ്പിൻ്റെ റിപ്പോസിറ്ററി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അപ്പോൾ അവിടെ നേരെ ക്ലിക്ക് ചെയ്ത് കയറാൻ പറ്റും. അതോടൊപ്പം തന്നെ കുറച്ച് ബോട്ടിൻ്റെ ഡീറ്റെയിൽസും വേറെ പല ബോട്ട്സിൻ്റെയും എൻ്റെ ബോട്ടിൻ്റെയും എല്ലാത്തിൻ്റെ ലിങ്കും വെബ്സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിസ്റ്റ് ചെയ്തോളാം. നിങ്ങളോടൊപ്പം നോക്കിയാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിന് മുമ്പ് കേഴ്സറിൻ്റെ സൈസ് കുറച്ച് കൂട്ടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ ബോട്ടിൻ്റെ റിപ്പോസിറ്ററി ഇതാണ്. ഇത് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങളവിടെ പോയി എടുക്കുക. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ തവണ ചെയ്യുന്ന പോലെ തന്നെ റൺ ഓൺ ടു റിപ്ലറ്റ്. നമ്മളാദ്യം അതിൻ്റെ സെഷൻ സ്കാൻ ചെയ്യണം. നോർമൽ നേരത്തെ വാട്സപ്പ് ബോട്ടിനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ടെർമെക്സിലൊക്കെ എടുത്ത് ആണ് സെഷൻ സ്കാൻ ചെയ്തിട്ടുണ്ട്. ഇത് വലിയ കുഴപ്പമില്ല, നമുക്ക് റിപ്പിൽ തന്നെ സ്കാൻ ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ഓണാക്കുക, വാട്സപ്പിൽ ലിങ്ക്ഡ് സെഷനിൽ പോവുക. നിങ്ങളൊരു കാര്യം ഓർക്കണം, നമ്മൾ മൾട്ടി ഡിവൈസ് ജോയിൻ ആയിരിക്കരുത്. നേരത്തെ സെഷൻ ഉണ്ട്, അതൊക്കെ എക്സിറ്റ് ചെയ്തോ. മൾട്ടി ഡിവൈസ് ജോയിൻ ആയിരിക്കരുത്, നോർമൽ ലെജൻസി തന്നെ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, റിപ്പിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റണ്ണ് കൊടുക്കുക. റണ്ണ് കൊടുത്തിട്ട് QR കോഡ് വരാൻ വേണ്ടി സ്കാൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പലതും കാണിക്കും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, ലിങ്ക് ഡിവൈസ് കൊടുക്കുന്നു, നമ്മൾ ഒതിൻ്റെ ചെയ്യുന്നു. ഓക്കെ, കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ സിസ്റ്റത്തിൽ അതേപോലെ തന്നെ കാണിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫോണിലോട്ടും ഒരു കോഡ് വരും. ഇത് നമ്മൾ തന്നെ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുക, അതല്ലാതെ പുറത്ത് കൊടുക്കാതിരിക്കുക ഫോർ സേഫ്റ്റി റീസൺസ്. റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സ്വയം ചെയ്യുക എന്നാണ്, വേറെ ആർക്കും കൊടുക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇവിടുത്തെ കോഡ് ഒന്ന് കോപ്പി ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഈ ഡിസ്പ്ലേ കാണുന്ന കോഡ് ഞാൻ കോപ്പി ചെയ്തു. ഇനി നമ്മൾ നേരെ റിവേഴ്സ് പോകുന്നു. തിരിച്ചു പോയിട്ട് ഇവിടെ ഡിപ്ലോയ് ടു ഹിറോക്കു ഈ ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഹിറോക്കു ലോഗിൻ ആയിരിക്കണം, എന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്യാം, അതായിരിക്കും കുറച്ച് എളുപ്പം. ഇവിടെ ഇപ്പോൾ ഈ വീഡിയോ ഷോർട്ട് ആയിരിക്കാൻ വേണ്ടി നമുക്ക് ഷോർട്ടായിട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ബോർഡിന് ഒരു നെയിം കൊടുക്കാം. അപ്പോൾ ഞാൻ റാൻഡമായിട്ടൊരു പേര് കൊടുത്തു. പേര് ഫുള്ള് സ്മോൾ ലെറ്ററിലായിരിക്കണം, അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആയിരിക്കും. പിന്നെ നിങ്ങൾക്കിവിടെ ശരിയാക്കാനുള്ള ഓതർ നെയിം, ബോട്ട് നെയിം, ഗ്ലോബൽ ലാംഗ്വേജിനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. നമ്മളുടെ അത് ബൈലി സെഷൻ്റെ അവിടെ നമ്മൾ കോപ്പി ചെയ്ത കോഡ് കൊടുക്കുക, സെഷൻ കൊടുക്കുക. താഴോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മോഡറേറ്ററിൻ്റെ നമ്പർ മാറ്റാനുള്ളതുണ്ട്, ഓണർ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ആവശ്യത്തിന് എല്ലാ ഓപ്ഷൻസും കിടപ്പുണ്ട്. യൂസർ നെയിം ഇതെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഒന്നും ചേഞ്ച് ചെയ്തില്ല, ഞാനിപ്പോൾ ജസ്റ്റ് ഇത്ര ചെയ്യുന്നുള്ളൂ. സെഷൻ മാറ്റി കൊടുക്കുന്നു, ബാക്കിയെല്ലാം അവിടെ പ്രീസെറ്റ് ആയിട്ട് കിടക്കുന്നത് തന്നെ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഡിപ്ലോയ് ബോട്ട് കൊടുത്തു. ഡിപ്ലോയ് ബോട്ട് കൊടുത്താൽ കുറച്ച് വെയിറ്റ് ചെയ്യണം, കാരണം നമുക്ക് ഹീറോക്കിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പാക്കേജസും അതിൻ്റെ പേര് പറഞ്ഞു പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. ഓക്കെ, ഞാനിപ്പോൾ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഇതൊരു അല്പം ടൈം എടുക്കും, അതുകൊണ്ട് ഞാൻ വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുക. ഓക്കെ, കംപ്രസിങ് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ റഫ്ലി ഒരു 15 മിനിറ്റ്
10 മിനിറ്റ് 15 മിനിറ്റ് സംതിങ് എടുത്തു. അതുകൊണ്ട് കൂടുതൽ ടൈം എടുത്താലും നിങ്ങൾ പാനിക്കാവണ്ട, അതായിക്കോളും. വെയിറ്റ് ചെയ്താൽ മതി, എല്ലാത്തിനും ടൈം എടുക്കും. ഓക്കെ, ലോഡിങ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കിയാൽ അറിയാം. അത് കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ഇവിടെ അതിൻ്റെ എഴുത്ത് മാറി വാട്സ് ഫെലിക്സ് എന്നായി, മൈക്രോസോഫ്റ്റ് എഡ്ജായി. അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഏകദേശം സക്സസ് ആയിട്ടുണ്ടെന്ന്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നേരെ റീസോഴ്സ് എടുക്കുക. റീസോഴ്സ് ടാബ് ചെല്ലുമ്പോൾ നമ്മുടെ ഡീഫോൾട്ടായിട്ട് സെർവർ ഓൺ ആയിരിക്കും. അത് സെർവർ നമുക്ക് ലോഗ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും കാണാം. സംഭവം ഓക്കെയാണ്. ചാറ്റ്സ് എല്ലാം റിസീവ് ചെയ്തു, എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് നേരെ ബോട്ടിനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യാം. ആട്ടെ, നമുക്ക് ആവശ്യമുള്ള ഫങ്ഷൻസ് എല്ലാം അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ ഫങ്ഷൻസും ഇതിൻ്റെ അകത്ത് റെഡി ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഓട്ടോ വീഡിയോ ഡൗൺലോഡർ, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫീച്ചറും തന്നെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതേപോലെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റുള്ള ഫീച്ചറൊക്കെ നല്ല പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സഫാനിൻ്റെ ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിലും അവൻ്റെ നമ്പറുള്ളവർക്കാണെങ്കിലും അറിയാം, എല്ലാ ദിവസവും തന്നെ അവൻ്റെ ബ്രോഡ്കാസ്റ്റ് വരാറുണ്ട്. അതെല്ലാം ഈ ബോട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ആയിട്ടുള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, ബോർഡിൻ്റെ ഫങ്ഷൻസ് എല്ലാം കാണുന്നൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഐഡിയാസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അത് ശരിയാക്കാം. ഓക്കെ, സോ until next video, bye, and don't forget to subscribe this channel. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലുള്ള ലിങ്കും എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കാണും. അതേപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് പറഞ്ഞ പോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, സീ യു.